പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുകയാണ്. തെല്ലും അയവില്ലാത്ത തന്നെ ഇറാൻ ശക്തമായ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയുമാണ്. ഇത് ലോക രാജ്യങ്ങളെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തുന്ന ഒന്നായി മാറുമ്പോൾ വീണ്ടും ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ എണ്ണ വ്യാപാര പാതയായ ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ശക്തമായ ആക്രമണമാണ് ഇപ്പോൾ ഇറാൻ അഴിച്ചുവിട്ടിരിക്കുന്നത്. യാതൊരു മുന്നറിയിപ്പുകൾ ഒന്നുമില്ലാതെ തന്നെ നടത്തിയ ആക്രമണത്തിൽ കപ്പലിന്റെ കമാൻഡ് സെന്ററായ ബ്രിഡ്ജിന് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി തന്നെ ഇപ്പോൾ UK മാരിടൈം ട്രേഡ് ഓർഗനൈസേഷനാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇറാൻ ആക്രമണം കൂടുതൽ ഘടിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ ഒമാൻ തീരത്തിന് സമീപം വെച്ചാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിന്റെ സായുധ ബോട്ട് ആ ഒരു കണ്ടെയ്നർ കപ്പലിന് നേരെ വെടിവെപ്പ് നടത്തിയത്. കപ്പലിൽ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ എല്ലാം തന്നെ സുരക്ഷിതത്വം അല്ലെങ്കിൽ ആ രീതിയിൽ ആ ഒരു ആക്രമണത്തെ തുടർന്നുകൊണ്ട് തീപിടുത്തമോ അല്ലെങ്കിൽ പരിസ്ഥിതി പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ആക്രമിക്കപ്പെട്ട കപ്പലിന്റെ പേരോ മറ്റു വിശദാംശങ്ങളോ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇറാൻ തുറമുഖങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം അത് പിൻവലിക്കുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്ന ഇറാന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഈ പുതിയ സംഭവം ഇവിടെ ഉണ്ടായിരിക്കുന്നതും. അതേപോലെ തന്നെ മേഖലയിൽ കഴിഞ്ഞ ശനിയാഴ്ച 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയും സമാനമായ രീതിയിൽ ആക്രമണം ഉണ്ടായിരുന്നു.